എഴുന്നേറ്റില്ലേ? അല്ല, ഞാൻ പോയി വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. ആ പിന്നെ കണി കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാവുന്ന അടുത്ത് പ്രത്യേകം പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്പലത്തിൽ പോയി വന്നിട്ട് ഞാൻ വിളിക്കും, എന്നിട്ട് കണി കാണിക്കാന്നൊക്കെ പറഞ്ഞു. അല്ല, തങ്ക ഇതുവരെ റെഡി ആയില്ലേ? എനിക്കറിയില്ല. ഒന്ന് വിളിച്ചു നോക്ക്. ഞാനൊന്ന് റെഡി ആവട്ടെ. ഓ, വിളിക്കുന്നതിന് എന്തുവാ? അമ്മ റെഡിയായോ? വന്നു ഹാപ്പി വിഷു. എന്നാ എന്റെ മോക്ക് പോയിട്ട് വന്നിട്ട് തരാൻ നിങ്ങക്ക്. തന്നാ മതി. ഇത് തരാന്നല്ലേ പറഞ്ഞത്? ഓർമ്മ. എന്നാ വരി പോവാം. പോയിട്ട് വരാം. തങ്കോ, തങ്കോ, ഓ അവൾ അമ്പലത്തിൽ പോകുമെന്ന് പറഞ്ഞാന്നല്ലോ. വിഷു അല്ലേ? വിഷു ആഘോഷം തുടങ്ങാം. നേരെ ഒരുപാട് വെളുത്തല്ലോ. പോയി കാണുമോ? എണീറ്റില്ലല്ലോ. ഇവൻ എന്തൊരു ഉറക്കമാണ്. നിന്നെ ഞാൻ ഉണർത്തിത്തരാം എൻ്റെ പുന്നാരടിയാ. ലൈന് കണക്ട് ഫ്യൂസ് ഇട്ടിട്ട് വിളിച്ചു പറയടാ. ഫ്യൂസ് ഇട്ടിട്ട് വിളിച്ചിട്ട് പറ. അവിടെ നിൽക്കി. നീ എന്താ എന്നെ കാണാൻ വന്നതാ? ഇല്ലയാ, ഞാൻ വെറുതെ ഇങ്ങനെ ഇറങ്ങിയ കൂട്ടത്തിൽ അളിയനെ കണ്ടപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വെച്ചാൽ അത്രേ ഉള്ളൂ. നീ എന്തിനാ ഇവിടെ ഇട്ട് പടക്കം പൊട്ടിച്ചത്? ഇവിടെ ഇട്ട് ആര് പടക്കം പൊട്ടിച്ച്? പിന്നെ ഞാൻ അവിടെ ഇട്ടല്ലേ പടക്കം പൊട്ടിച്ചേ? അവിടെ വെച്ച് പടക്കം പൊട്ടിച്ച് അവിടെ നല്ല പൊട്ടുണ്ട്. പടക്കം എങ്ങനെ ഇവിടുന്ന് പൊട്ടുന്നത്? അതെ, ഒരു പടക്കം ഞാൻ ഇങ്ങനെ വലിച്ചെറിഞ്ഞപ്പോൾ ദിശ തെറ്റി ഇവിടെ വീണതാ. പിന്നെ നീ എങ്ങനെ ഇവിടെ വന്നത്? ആ ദിശ തെറ്റിയ പടക്കം പൊട്ടിയോല്ലേന്ന് അറിയണ്ടേ നമ്മൾ? ഒരുമാതിരി അഞ്ഞാ പിഞ്ഞ ഡയലോഗ് എന്നോട് പറയാൻ നിൽക്കല്ലേ. നിന്റെ ആ രാഷ്ട്രീയക്കാരൻ്റെ ഒരുമാതിരി ഊച്ചള്ളി ഡയലോഗ് ഉണ്ടല്ലോ, അതിൻ്റെ അടുത്ത് പറയാൻ നിൽക്കരുത്. രാഷ്ട്രീയത്തിൽ കയറി പിടിക്കണ്ട, അത് വിട്.
അളിയനിപ്പോൾ എന്താണ് ഞാൻ ഇവിടെ വന്ന് പടക്കം പൊട്ടിച്ചെന്നാണ് അളിയൻ പറയണത്. സത്യത്തിൽ ഞാൻ വലിച്ചെറിഞ്ഞപ്പോൾ സംഭവിച്ചാണ്, മനഃപൂർവ്വമല്ല. വെറുതെ ആളെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കണ്ട, സംസാരിക്കണ്ട. നല്ലൊരു വിഷുവാണെന്ന്. ഓ എൻ്റെ കുലദ്രോഹി. എടാ, ഒന്നാം തരം കണി ഇവിടെ ജമന്തി വെച്ചതാണ്. അത് കണ്ടിട്ടേ പുറത്തിറങ്ങാവൂന്ന് പറഞ്ഞതാണ്. അതിന് മുമ്പേ നീ പടക്കം പൊട്ടിച്ച് എന്നെ ഇവിടെ കൊണ്ട് ഇറക്കില്ലേ? ആര് ഞാൻ പറഞ്ഞ നിന്നോട് ഓടിച്ചാടിഞ്ഞിറങ്ങാം, നീ അത് കണ്ടിട്ട് ഇറങ്ങിയാ പോരെ? എന്താ നിന്റെ ഉദ്ദേശം? എനിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കണം. അല്ല അതാണ് എനിക്ക് ചോദിക്കണം. മനുഷ്യന് ഒരു തരത്തിലും സ്വസ്ഥത തരില്ല എന്നാണോ? അല്ല ഞാനിപ്പോ എന്തോ ചെയ്യുന്ന ആളെയും പറയുന്നേ. രാവിലെ മുതൽ വൈകുന്നേരം വരെ പോസ്റ്റിന്റെ മുകളിൽ കയറിയിട്ട് ഒരു കണക്കിന് വന്ന് കിടന്നതാണ്. ആ സമയത്താണ് വിളിച്ച്. അല്ലയാ അതുപോലെ തന്നെ പൊതുപ്രവർത്തനമായിട്ട് നടക്കുന്ന ഒരാളാണ്. ആൾക്കാർക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തിട്ട് വന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് ഒരാളാണ്. എനിക്ക് അധികം സംസാരിക്കാൻ താല്പര്യമില്ല. എന്റെ വീടിന് അപ്പുറത്ത് വന്ന് കയറി ഞാൻ എന്നോട് പറഞ്ഞാണ്. നിന്റെ വീടും കാര്യമൊന്നും ശരിയല്ല. ഇപ്പൊ അറിയാതെ ഞാൻ ഒരു ആവശ്യമായിട്ട് ഇങ്ങോട്ട് കയറി വന്നല്ലേ. നീ എന്താ അറിയാതെ അങ്ങനെ എന്താ എന്നോട് ആരുടെ പുല്ല് കളിക്കരുത്, ദേഹത്തോട്ട് കളിക്കരുത്. വേണ്ട വേണ്ട, വെറുതെ ഇറങ്ങിപ്പോ, ചുമ്മാ ഇരിക്കും. ഇറങ്ങിപ്പോ. എടാ ഇവിടെ താമസിക്കാൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ വന്ന് നിൽക്കരുത്. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ വീട്ടിനകത്ത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അത്രയ്ക്ക് സംസാരിക്കേണ്ട കാര്യമല്ല. എന്താണ് എന്താ നിനക്കെന്താണ്? എന്താ തെമ്മാടിത്തരം കാണിക്കാൻ? ഒരു പടക്കം പൊട്ടിയ അത് ശബ്ദം കേട്ട നിനക്ക് എത്ര നീ ചെവി എനിക്ക് പറ്റൂടാ. എനിക്ക് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റില്ല. അതാ ഞാൻ പറഞ്ഞു, നീ ചെവിയിലും പഞ്ഞി വെച്ചോണ്ട് കിടക്കണം. ചെവി പഞ്ഞി കിടക്കണോ വേണ്ടത് ഞാനാ തീരുമാനിക്കണം. നീ ഇറങ്ങി പൊക്കോ. നീ ഒച്ചത്തിൽ സംസാരിക്കുമ്പോ എപ്പോഴും പേടിക്കും. ഇറങ്ങി പോടാ. ഓടാ സൗകര്യം വാങ്ങിയാടാ. പിന്നെ വാങ്ങിപ്പില്ലേ? ഓടാ. നീ ആരാണ് വരട്ടുന്നത്? ഒരു നിലയ്ക്കും ജീവിക്കാൻ സമ്മതിക്കരുത്. ഇത്ര പോരില്ലടാ നീ. ഇത്ര പോരില്ലേ പോത്തുപോലെ. എന്തെങ്കിലും തൊഴിലെടുത്ത് ജീവിക്കുക കുടുംബത്തിൽ. നിന്റെ പ്രശ്നം ഇപ്പൊ എന്റെ പ്രശ്നം എന്താ വെച്ചാൽ നീ എന്തിനാ ഇവിടെ പടക്കം പിടിച്ചാന്ന്? പടക്കം പൊടിക്കാൻ സാധനം പറഞ്ഞു. ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ ഇവിടെ അല്ല പൊട്ടിച്ചെന്ന്. പിന്നെ വാലിൽ തീ പിടിച്ചിരിക്കണം. പടക്കത്തിന് അറിയാമോ ഇത് നിന്റെ വീടാണോ എന്റെ വീടാണോ അറിയില്ലല്ലോ. ഇറങ്ങിയൊക്കെ പൊക്കോടാ. അത് മര്യാദയായിട്ട് സംസാരിക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിനകത്ത് പിന്നെ ഇറങ്ങി പോടാ. എടാ പോടാ. എന്റെ വീട്ടിൽ നിന്ന് മര്യാദക്ക് ഇറങ്ങി പോയിക്കോ. ഞാൻ കാര്യം തല്ലുപിടിക്കും. കൂടുതൽ വാശി കാണിച്ചാലേ ഇത് ഞാൻ ബോംബിട്ട് കത്തിക്കോടാ നിന്റെ വീട്. Alien versus Alien.